ഇത് കേരളത്തിന്റെ മനസാക്ഷിയെ ചുറ്റിക്കുന്ന വലിയൊരു കേസാണ്. പല കുടുംബങ്ങളിലും ഈ കുട്ടിയുടെ ആത്മഹത്യയിലൂടെയാണ് ഇത് പുറത്തു വന്നത്. ഇത് കേരളത്തിലെ ഈ ഒരാഴ്ചയിൽ മാത്രം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് 3ാമത്തെ പരാതിയാണ് എനിക്ക് ലഭിക്കുന്നത്. സമാനമായ കൊട്ടാരക്കരയിൽ സമാനമായ സാഹചര്യം ഉണ്ടായി. പോയിട്ട് ആ കുട്ടിയെ തിരിച്ച് വീട്ടുകാർ പിടിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ആ കുടുംബത്തിന് വലിയ ഭീഷണി നേരിടുകയാണ്. നിലമ്പൂരിൽ ഇന്നലെ ഒരു വൈദികൻ എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ പെങ്ങടെ കൊച്ച് ഇതുപോലെ തന്നെ തട്ടിക്കൊണ്ടു. ലവ് ജിഹാദ്, പ്ലെയിൻ കേസ് ഓഫ് ലവ് ജിഹാദ്. അപ്പൊ ഇത് കേരളത്തിലൊരു വലിയ പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നിലപാട് തീർച്ചയായിട്ടും ഇപ്പോ ഇവിടെ എടുത്തിട്ടുള്ള സെക്ഷൻസ് അല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പൊ എന്തു പറയുമ്പോഴും പറയുന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു എഫ്ഐആർ പോലും കേരളത്തിൽ ഇല്ലെന്ന്. ഇതിന് ലവ് ജിഹാദിന്റെ അല്ലേ ഇതിന് എഫ്ഐആർ ഉണ്ട്. ഇത് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തെ വളരെ ഗൌരവമായി കാണുന്നു. പാർട്ടിയുടെ പ്രതിഷേധം അറിയിക്കുന്നു. ഈ വിഷയത്തിൽ ഇന്നലെ പോലീസ് ഇവിടെ വന്ന് ഇതൊരു വലിയ വിഷയമാക്കണ്ട, ഞങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കും. അറസ്റ്റ് ചെയ്ത വ്യക്തി മാത്രമല്ല, അവരുടെ കുടുംബക്കാർ, അവരുടെ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ കൊച്ചിനെ മതം മാറിയില്ല എങ്കിൽ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടത്.